സ്വർഗത്തിൽ പോകാൻ മിനിമം ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ കയറാം. ആ ഒരു സ്കെയിൽ എന്താ? സ്വർഗത്തിൽ പോകാനുള്ള കാര്യത്തിലുള്ള എൻ്റെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നു, നിങ്ങൾ കരുണയുള്ളവരായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് അന്ത്യവിധിയിൽ ചോദിക്കുന്നത്. ഞാൻ രോഗിയായിരുന്നു, സന്ദർശിച്ചോ? അവർക്ക് സ്വർഗഭാഗ്യം ഉറപ്പാണ് അല്ലേ? പിന്നെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നവർക്ക് സ്വർഗഭാഗ്യം ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ജീവിതത്തിൽ പിന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് സാധ്യതകൾ, പല വഴികളിലൂടെ സ്വർഗത്തിലെത്താൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന ഒരു വഴി മാത്രമല്ല കേട്ടോ, പല വഴികളിലൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കും. അങ്ങനെ ധാരാളം മാർഗമുണ്ട്. നരകത്തിൽ പോകാനായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് സഭ പറയുന്നത് ഇങ്ങനെയാണ്: മാരകമായ പാപം ചെയ്യുകയും മരണം വരെ ആ പാപാവസ്ഥയിൽ തുടരുകയും ചെയ്യുന്നവർക്കാണ് നിത്യനരകത്തിന് സാധ്യതയുള്ളത്. മാരകമായ പാപം ഞാൻ ഒന്ന് ചെയ്തു, പൂർണ്ണമായ അറിവോട് സമൂഹത്തോട് ദൈവകൽപ്പനകൾ ലംഘിക്കുന്നതാണ് മാരകമായ പാപം. അപ്പോൾ അങ്ങനെ ഞാൻ പാപം ചെയ്ത് ഘനമായി ലംഘിക്കുമ്പോൾ അത് ഞാൻ സംസാരിച്ചു, മനസ്സ് തിരിഞ്ഞു, കുഴപ്പമില്ല. വീണ്ടും ചെയ്തു, മനസ്സ് തിരിഞ്ഞു, പ്രശ്നമില്ല. മനസ്സ് തിരിയാതെ മരണം വരെ ഈ പാപാവസ്ഥയിലായിരിക്കുന്നവരുടെ കാര്യമാണ് പ്രശ്നത്തിലാവുന്നത്. അപ്പോൾ എത്ര പ്രാവശ്യം ഒരു മാരകപാപം ചെയ്തിട്ട് മനസ്തപിച്ചാലും ആ ആൾക്ക് സ്വർഗം കിട്ടാൻ സാധ്യതയുണ്ട്? ഉറപ്പായിട്ടും. അതല്ലേ എത്ര വലിയ കുറ്റവാളിയാണേലും, എത്ര വലിയ അതല്ലേ കുരിശിൽ കിടന്ന കള്ളൻ. അവൻ ആ അവസാന നിമിഷം ഒന്ന് ചോദിച്ചു, അന്ന് എന്നോട് പ്രതീക്ഷയിലായിരിക്കും ഇല്ലേ? അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. അവസാന നിമിഷം വരെ മാനസാന്തരപ്പെടാനുള്ള സാധ്യത ദൈവം തരുന്നുണ്ട്, അവസാന നിമിഷം വരെ തരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ നമ്മൾ ആകുലപ്പെടണം. പാപം ചെയ്യുക എന്നുള്ളത് മാനുഷികമായിട്ടുള്ള മനുഷ്യൻ്റെ സഹജമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതുകൊണ്ടാണ് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് കർത്താവ് ചോദിച്ചിരിക്കുന്നല്ലേ? 7-70 പ്രാവശ്യം എന്നൊക്കെ നമ്മളോട് പറയും. അപ്പോൾ കർത്താവ് ഒരു 70,000 മിനിമം 70,000 പ്രാവശ്യം ക്ഷമിക്കും ക്ഷമിക്കാൻ. അപ്പോൾ കർത്താവ് ഒരുപാട് ക്ഷമിച്ചെന്ന് വരും. നമ്മളൊന്ന് മനസ്സ് തിരിയും ദൈവത്തിലേക്ക്. ഒരു ചായ്വുള്ളവനെ തമ്പുരാൻ ഒരിക്കലും കൈവിടില്ല. ദൈവത്തോട് ഫണ്ടമെൻ്റൽ ഓപ്ഷൻ, ആത്യന്തികമായൊരു തിരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവനെ ഏതെങ്കിലും രീതിയിലൂടെ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വീണ്ടും വരും, അപ്പം നരകം ഉണ്ടോ എന്നുള്ള ചോദ്യം വരും അല്ലേ?